الحمد لله الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، حمدا كثيرا طيبا مباركا فيه. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രകാരം ജീവിക്കുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ അടിയാറുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആന്റെ പതിപ്പുകളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകൾ ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തബീങ്ങളിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് സമാഗതമാകാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് റമദാനിന് മുമ്പേ തന്നെ ഏറെ ഗൗരവത്തിൽ ഉണർത്തിയ ഒരു വിഷയമാണ് മനുഷ്യനെ അധികവും പിടികൂടുന്ന ഒരു മാരകമായ രോഗത്തെക്കുറിച്ച്. ആ രോഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകളിലൂടെ പ്രതിപാദിക്കപ്പെട്ട വിഷയമാണ് ഗഫ്ലത്ത് അഥവാ അശ്രദ്ധ എന്ന് പറയുന്നത്. അശ്രദ്ധ എന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ ഉറക്കുന്ന ജാഗ്രതയുടെ അഭാവമായി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഹൃദയം ജാഗരൂകമല്ലാതാകുമ്പോൾ ജീവിതത്തിൽ അശ്രദ്ധ പിടികൂടുകയും കാലം അതിശീഘ്രം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്ന വല്ലാത്ത ഒരവസ്ഥ. മരണത്തെ ഓർക്കാതെയുള്ള ജീവിതം അശ്രദ്ധയുടെ ഏറ്റവും വലിയ തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മരണത്തെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എത്രമാത്രം ഓർമ്മ നമുക്കുണ്ട് എന്നത് നമ്മുടെ ജീവിതത്തിലെ അശ്രദ്ധയുടെ തെളിവാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.
ഹൃദയത്തിൽ ദുനിയാവിനെ കുറിച്ചുള്ള ശബ്ദങ്ങൾ ഉയരുമ്പോൾ ആഖിറത്തെക്കുറിച്ചുള്ള ശബ്ദം മങ്ങിപ്പോകുന്നത്, ഹൃദയത്തിൽ ദുനിയാവിനെ കുറിച്ചുള്ള പ്രകാശം ഉണ്ടാകുമ്പോൾ ആഖിറത്തെക്കുറിച്ചുള്ള പ്രകാശം മങ്ങിപ്പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധയുണ്ട് എന്നതിന്റെ തെളിവാണ്. മണലിൽ വീണ ഒരു വിത്തിനെ പോലെയാണ് അശ്രദ്ധ. അത് വളരുകയുമില്ല, നശിച്ചു പോകും. എന്നതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അശ്രദ്ധ ഉണ്ടായാൽ അവന്റെ ജീവിതം പരലോകം പരാജയമായി പോകും എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ദുനിയാവിന്റെ തിരക്കിൽപ്പെട്ട് ആഖിറത്തിന്റെ ദിശ നഷ്ടപ്പെട്ട് വഴിയറിയാതെ കണ്ണു തുറന്നിരുന്നിട്ടും മുന്നിലുള്ളത് കാണാതെ മുന്നോട്ടു പോകുന്ന ഒരവസ്ഥയാണ് അശ്രദ്ധയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നത്. ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതവുമായി ചോർത്തു വെക്കുമ്പോൾ നമുക്കത് വ്യക്തമാകും. ഇപ്പൊ ദുനിയാവിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. ഡോക്ടറിന്റെ അടുത്ത് പോകും. എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ കണ്ടാൽ പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് പോകും, ചികിത്സിക്കും. എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വല്ലാത്തൊരു വേവലാതിയും ബേജാറുമാണ് നമുക്ക്. രോഗം വരാതിരിക്കുവാനുള്ള എല്ലാ നിലയ്ക്കുള്ള പ്രതിരോധങ്ങളും നമ്മൾ എടുക്കും. ഡയറ്റ്, ഭക്ഷണ ക്രമീകരണങ്ങൾ, അതിരാവിലെ എണീറ്റ് നടക്കും, ഓടും, നേരത്തെ ഉറങ്ങും, കൃത്യമായി മരുന്നുകൾ ശ്രദ്ധാപൂർവം കഴിക്കും. ഇങ്ങനെ എല്ലാ നിലക്കും നമ്മുടെ ശരീരത്തെ കൂടുതൽ ശ്രദ്ധയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന നമ്മൾ, നമ്മുടെ ഹൃദയത്തെ കാർന്നു പിടിച്ചിരിക്കുന്ന പാപക്കറകൾ നമ്മുടെ ഹൃദയത്തെ കറുപ്പിച്ചു കളയും എന്ന വിഷയത്തിൽ നമ്മൾ അശ്രദ്ധമാണെങ്കിൽ ആ രോഗം നമ്മളെ പിടിപെട്ടു എന്നതിന്റെ തെളിവാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ മൊബൈല് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു വൈഫൈ കണക്ഷൻ എടുക്കുകയാണ്. സിഗ്നൽ നഷ്ടപ്പെട്ടാൽ നമ്മൾ പെട്ടെന്ന് പരാതി പറയും, കസ്റ്റമർ കെയർ വിളിച്ചിട്ട് പരാതി പറയും, സിഗ്നൽ നഷ്ടപ്പെട്ടു. നമ്മളത് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കും, കേബിൾ മാറ്റി നോക്കും, അതിന്റെ ലിങ്കും പിറ്ററും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി വല്ലാത്ത ശ്രമങ്ങൾ നടത്തും. അങ്ങനെ ഏതൊക്കെ നിലക്ക് ഒരു സിഗ്നൽ നഷ്ടപ്പെട്ടാൽ അത് നേരെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മൾ ജീവിതത്തിൽ ഈമാനിന്റെ സിഗ്നലുകൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, ആലോചിക്കുന്നില്ല എങ്കിൽ അത് അശ്രദ്ധ എന്ന രോഗം നമ്മുടെ ജീവിതത്തിൽ പിടിപെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ജീവിതത്തിൽ ഭാവിക്കായി എല്ലാ നിലക്കുള്ള പ്ലാനുകളും നമ്മൾ എടുക്കാറുണ്ട്. പെൻഷൻ ആകട്ടെ, അതുപോലെ തന്നെ ആ നിലക്കുള്ള ഇൻഷുറൻസ് ആകട്ടെ, നമ്മുടെ ഭൂമി, വീട്, നമ്മുടെ മക്കളുടെ ഭാവി, ഇതെല്ലാം ഗൗരവത്തിൽ കാണുന്ന നമ്മൾ നാളെ പാരത്രികമായ ലോകത്തേക്ക് പോകേണ്ടവനാണെന്നും ഖബറിൽ പോയി കിടക്കേണ്ടവനാണെന്നും 6 അടി മണ്ണിന്റെ വീടാണെന്നും അവിടെ എൻ്റെ ഭാവിക്കായി ഞാൻ എന്ത് സ്വരുക്കൂട്ടി വെച്ചു എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ പിടിപെട്ടു എന്നതിന്റെ തെളിവാണ്. ദുനിയാവിന്റെ കാര്യത്തിലൊക്കെ ഏറെ ശ്രദ്ധിക്കും. ഓഫീസിലേക്ക് 10 മണിക്ക് പോകണമെങ്കിൽ 9 മണിക്ക് തന്നെ അലാറം വെച്ച് അത് ശ്രദ്ധിക്കുന്നവർ, അതുപോലെ ദുനിയാവിന്റെ കാര്യത്തിൽ അലാറം വെച്ച് കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ, ഫജറിന് അലാറം വെക്കുന്നുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ അലാറം വെച്ച് നമ്മൾ ഉണരാറുണ്ടോ? ഇനി അലാറം വെച്ചാൽ തന്നെ അത് അടിച്ചാൽ ഓഫാക്കി വീണ്ടും ഉറങ്ങാറാണോ പതിവ്? ഇതൊക്കെ അശ്രദ്ധ എന്ന രോഗം നമ്മുടെ ജീവിതത്തിൽ പിടിപെട്ടു എന്നതിന്റെ തെളിവാണ്. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പരീക്ഷയായി കഴിഞ്ഞാൽ അവൻ ഉറക്കം ഒഴിക്കും, പഠിക്കും, വളരെ ശ്രദ്ധിക്കും, ക്വസ്റ്റിനെ കുറിച്ച് കൂടുതൽ 100 തവണ ആലോചിക്കും. അങ്ങനെ വളരെ ഗൗരവത്തിൽ ആ വിഷയത്തെ കാണുമ്പോൾ ഖബറിലേക്ക് പോയാൽ മലക്കുകൾ ചോദ്യം ചെയ്യുമെന്നും അവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്നും നാളെ പാരത്രിക ലോകത്ത് മഹ്ശറയുടെ സഭ ഒരുങ്ങുമ്പോൾ നമ്മുടെ കാൽപാദങ്ങൾ അള്ളാഹുവിന്റെ ചില ചോദ്യങ്ങളുടെ മുന്നിൽ ഉത്തരം പറയാതെ മുന്നോട്ട് നീങ്ങുകയില്ല എന്നും റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയോ ആ ക്വസ്റ്റ്യനെ കുറിച്ച് ആലോചിക്കുകയോ ഒരു വേജാറും ഉണ്ടാകുന്നില്ല എങ്കിൽ ജീവിതത്തിൽ അശ്രദ്ധ എന്ന് പറയുന്ന ഗഫലത്ത് പിടിപെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന നമ്മൾ സ്വർണ്ണാഭരണോ അല്ലെ മൊബൈലോ അതുപോലത്തെ നമ്മൾ വളരെ ഗൗരവത്തിൽ കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും ഒരു പണമോ നഷ്ടപ്പെട്ടാൽ അതിന്റെ പേരിൽ നമ്മൾ വല്ലാതെ പേടിക്കുകയും പരാതി പറയുകയും ഉറക്കം പോലും നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസവും കർമ്മങ്ങളെ കുറിച്ചുള്ള ഒരു വേവലാതി നമുക്കില്ല എങ്കിൽ അതെല്ലാം അശ്രദ്ധ എന്ന രോഗം നമ്മുടെ ജീവിതത്തിൽ പിടിപെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് സഹോദരങ്ങളെ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ? ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലാത്ത, ജീവിതത്തെക്കുറിച്ച് ഒരു ശ്രദ്ധയുമില്ലാത്ത, എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചതെന്നും ഇവിടെ എന്തിനാണ് നമുക്ക് അന്നം നൽകി നമുക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഈ ലോകത്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്നത് എന്തിനാണെന്ന് ഒരു കാഴ്ചപ്പാടുമില്ലാതെ പോകുന്ന ഒരവസ്ഥ,
അതിനെയാണ് പരിശുദ്ധ ഖുർആൻ ഗഫലത്ത്, അശ്രദ്ധ എന്ന് പരിചയപ്പെടുത്തിയതായി നമ്മൾ കാണുന്നത്. ഇന്ന് ഭൂരിഭാഗം മനുഷ്യരിലും ആ രോഗം പിടിപെട്ടു എന്നത് നമുക്കറിയാം. എന്ത് കണ്ടാലും എന്ത് കേട്ടാലും എന്തൊക്കെ മനസ്സിലാക്കിയാലും ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ, പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടാലും അതൊന്നും നമ്മുടെ മനസ്സുകളെ അലട്ടുകയോ ചിന്തിപ്പിക്കുകയോ പുനർവിചിന്തനത്തിന് അത് വേദിയാക്കുകയോ ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പലപ്പോഴും രോഗം പിടിപെട്ട് ഹോസ്പിറ്റലിൽ പോയി മരണത്തോട് മല്ലിടിച്ച് വീണ്ടും ആരോഗ്യവാനായി ജീവിതത്തിലേക്ക് വന്നാലും അവന്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവുമില്ലാതെ വീണ്ടും പഴയതുപോലെ അശ്രദ്ധമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗഫലത്ത് വല്ലാതെ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഗഫലത്ത് എന്ന് പറഞ്ഞാൽ? ഒരു ലക്ഷ്യവുമില്ലാത്ത ജീവിതം, ഒരു ബോധവുമില്ലാത്ത ജീവിതം, ഒരു പരലോകത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത ജീവിതം, അള്ളാഹുവിനെ കുറിച്ച് ഒരു ഓർമ്മയുമില്ലാത്ത ജീവിതം, മരണത്തെക്കുറിച്ച് തീരെ ചിന്തിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അതാണ് ഗഫലത്ത് എന്ന് പറഞ്ഞാൽ. എന്തിനാ ഈ ലോകത്ത് ജീവിക്കുന്നത്? എന്തിനാ ഇവിടേക്ക് വന്നത്? എന്തിനാ അള്ളാഹ് ഇതൊക്കെ നൽകിയത്? നമുക്ക് മുന്നേ ജീവിച്ചു പോയ ആളുകളൊക്കെ ഇപ്പോൾ എവിടെയാണ്? അവരുടെ അവസ്ഥ എന്താണ്? എന്താണ് ഇനി ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന കാര്യങ്ങൾ? ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാനോ പഠിക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ തയ്യാറാകാതെ ഈ ലോകത്ത് ഇങ്ങനെ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അശ്രദ്ധയുടെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്ന വല്ലാത്ത ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അപകടം നമ്മൾ ചികിത്സിച്ചു മാറ്റണം. ഈ അപകടം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റിയേ തീരൂ. അല്ലെങ്കിൽ നമ്മുടെ പാരത്രിക ലോകം അപകടത്തിലാണ് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. പല അപകടങ്ങളും അതുകൊണ്ട് സംഭവിക്കും. ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ ഗഫലത്ത് ബാധിച്ച മനുഷ്യന് സംഭവിക്കുന്ന അപകടത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പറയുമ്പോൾ മൂസാ നബിയെയും കൂടെയുള്ള ആളുകളെയും പീഡിപ്പിച്ച ഫിർഔൻ, ആ ഫിർഔനെ അള്ളാഹു വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചതിനെ കുറിച്ച് ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. ഫഅഗ്റഖ്നാഹും ഫിൽ യമ്മി, അവനെ മുക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല സമുദ്രത്തിൽ. ബിഅന്നഹും, എന്തുകൊണ്ടാണ് അവരെ നശിപ്പിച്ചത്? കദ്ദബൂ ബിആയാതിനാ വഖാനു അൻഹാ ഗാഫിലീൻ, അവർ അശ്രദ്ധരായി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി മുന്നോട്ട് പോയത് കൊണ്ടാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. അശ്രദ്ധമായി ജീവിക്കുന്ന മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയാണത്. എന്താണ് ഫിറഔന് സംഭവിച്ച ഏറ്റവും വലിയ അപകടം? അവൻ അശ്രദ്ധനായി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി പാരത്രിക ലോകത്തെ എതിർത്തുകൊണ്ട് ജീവിച്ചു എന്നതാണ് എന്ന് കാണാൻ സാധിക്കും. ഇന്നത്തെ സമൂഹം, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നവർ എന്താ സംഭവിക്കുന്നത്? പേരൊക്കെ മുസ്ലിം ആയിരിക്കും, മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ഒരാളായതുകൊണ്ട് ഈ ഇസ്ലാം മുസ്ലിം ആണെന്ന് പറഞ്ഞ് ജീവിക്കുന്നു, പള്ളിയിൽ വരുന്നു, നമസ്കരിക്കുന്നു, റമദാൻ ആകുമ്പോൾ പള്ളിയിൽ വരുന്നു, വിവാഹങ്ങളൊക്കെ മുസ്ലിങ്ങൾ നടത്തുന്ന പോലെ നടത്തുന്നു എന്നതല്ലാതെ ഒരു എലാസ്റ്റിക് നിലപാടുകളുമായി ജീവിക്കുന്നവർ, മുസ്ലിം പേരുകളോടുകൂടി ലിബറൽ കാഴ്ചപ്പാടുമായി ജീവിക്കുന്നവർ ഇന്ന് സമൂഹത്തിൽ ധാരാളമായി കണ്ടുകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ദീനിനോട് ഒരു ആത്മാർത്ഥതയില്ല, ഇസ്ലാമിനോട് യാതൊരു താല്പര്യവുമില്ല, ഇസ്ലാമിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ മനസ്സില്ല. അതല്ലാതെ ഇങ്ങനെ നാട് ഓടുന്നതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി ഇന്ന് മുസ്ലിങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഒരു ഉന്മേഷവും ഒരു ഉഷാറും ദീന്റെ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ലാത്ത സാഹചര്യം നമ്മൾ കാണുകയാണ്. ഈ അപകടകരമായ അവസ്ഥ യഥാർത്ഥത്തിൽ അശ്രദ്ധയുടെ വലിയ അപകടമാണ്, വലിയ ശിക്ഷയാണ്. അത്തരം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നാശത്തിലേക്ക് അവർ കൊണ്ടെത്തിക്കും എന്നതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അങ്ങനെ അശ്രദ്ധമായി ജീവിക്കുന്നവർ അവരുടെ ഹൃദയം തുറന്ന് ഉള്ളതല്ല, അടയ്ക്കപ്പെട്ടതാണ്. അവിടെ ഹൃദയങ്ങൾ സീല് വെക്കപ്പെട്ടതാണ്. അവിടെ ഹൃദയങ്ങളിൽ ക്ലാവ് പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഹൃദയങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രകാശങ്ങൾ, അതിന്റെ ഹലാവത്ത്, അതിന്റെ മാധുര്യം പ്രവേശിക്കുന്നില്ല എന്ന് ഖുർആൻ പറഞ്ഞു. അല്ലാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ഇൻസി വൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ധാരാളം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിറയ്ക്കും എന്ന് ഖുർആൻ പറയുകയാണ്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, അവർ ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, ആ കണ്ണുകൾ ഉപയോഗിച്ച് അവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട്, കേൾക്കേണ്ടതായ കാര്യങ്ങൾ അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരെ കുറിച്ച് പറയാണ് അവർ നാൽക്കാലികളെ പോലെ ജീവിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ്? അവര് ഗാഫിലൂൻ, അശ്രദ്ധരായിട്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാതെ എന്തൊക്കെ കണ്ടാലും എന്തൊക്കെ കേട്ടാലും എന്തൊക്കെ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടും അതിന് തയ്യാറാകാതെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇത് നരകക്കാരുടെ സ്വഭാവമാണ്.
അവരെ കൊണ്ട് നരകം നിറയ്ക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. കത്തിയാളുന്ന നരകത്തിന്റെ വക്താക്കളായി മാറുന്നത് അശ്രദ്ധയോടുകൂടി ദീനിന്റെ കാര്യത്തിൽ താല്പര്യമില്ലാതെ, ഉണർവില്ലാതെ, ഒരു യഖ്ലത്തുമില്ലാതെ ജീവിക്കുന്നവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഴികേടിലേക്ക്, നാശത്തിലേക്ക്, അപകടങ്ങളിലേക്ക് ഇത്തരം ആളുകൾ ചെന്നെത്തുമെന്നാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അസ്രിഫു അൻ ആയാതി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവർ, അല്ലദീന യതകബ്ബറൂന ഫിൽ അർദി ഗൈറിൽ ഹഖ്, ന്യായം കൂടാതെ അഹങ്കരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നവർ, വയറൗ കുല്ലു ആയത്തിൻ ലാ യുഅ്മിനൂന ബിഹാ, എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ അവർ കണ്ടാലും അവർ മനസ്സിലാക്കുന്നില്ല. വയറൗ സബീല റുശ്ദി ലാ യത്തഖിദൂഹു സബീല, എത്ര നല്ല മാർഗങ്ങൾ, സലഫു സ്വാലിഹീങ്ങളുടെ മാർഗങ്ങൾ, മുൻഗാമികളുടെ മാർഗങ്ങൾ അവരുടെ മുന്നിലുണ്ടെങ്കിലും അതിനെ പിൻപറ്റാൻ, അതിന്റെ പിന്നാലെ സഞ്ചരിക്കാൻ അവർ തയ്യാറല്ല. വയറൗ സബീലൽ ഗയ്യി വയത്തഖിദൂഹു സബീല, അവര് കാണുന്ന അധാർമികമായ മാർഗങ്ങളുടെ പിന്നാലെ അവർ പോകും. ദീനിന്റെ മാർഗം അവർക്ക് താല്പര്യമുണ്ടാകില്ല. ദാലിക ബിഅന്നഹും കസ്സബൂ ബിആയാതിനാ വഖാനൂ അൻഹാ ഗാഫിലീൻ, അവർ അശ്രദ്ധരായ ആളുകളാണ്, അവർ വഴികേടിലേക്കും നാശത്തിലേക്കുമാണ് ചെന്നെത്തുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ. ഇസ്ലാമിന്റെ മാർഗം ഇവിടെ വെളിച്ചത്തോടുകൂടി നിൽക്കുകയാണ്. ദീനിന്റെ മാർഗം, ഇസ്ലാമിന്റെ വഴി, ഇസ്ലാമിന്റെ വസ്ത്രധാരണം, ഇസ്ലാമിന്റെ സ്വഭാവം, ഇസ്ലാമിന്റെ പെരുമാറ്റം, എല്ലാ രംഗത്തും അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് മാതൃക കാണിച്ചിവിടെ ഉണ്ട്. അത് പിൻപറ്റാനോ അതിന്റെ പിന്നാലെ സഞ്ചരിക്കാനോ തയ്യാറാകാതെ സ്വന്തം ഇച്ഛകൾക്കും അധാർമികതയുടെയും പിന്നാലെ ആ സബീലിൽ യാത്ര ചെയ്യുന്നവർ, അവർ അധാർമികത വഴിയിലാണ് മുന്നോട്ട് പോകുന്നത്, അവർ അശ്രദ്ധരായിട്ടാണ് ദീനിന്റെ കാര്യത്തിൽ ജീവിക്കുന്നത് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അധാർമിക വഴിയിൽ മുന്നോട്ട് പോകുന്നവരാണ്, ദീൻ മറന്ന് ജീവിക്കുന്നു. അവരുടെ കല്യാണം അങ്ങനെയാണ്, അവരുടെ ആഘോഷങ്ങൾ അങ്ങനെയാണ്, അവരുടെ യാത്രകൾ അങ്ങനെയാണ്. മാന്യമായ യാത്രകൾ അവർക്കുണ്ടാകില്ല, മാന്യമായ ആഘോഷങ്ങൾ ഉണ്ടാകില്ല, മാന്യമായ ജീവിത ശൈലികൾ ഉണ്ടാകില്ല, മാന്യമായ വസ്ത്രം ഉണ്ടാകില്ല. എല്ലാ അധാർമികതയും എല്ലാ അശ്ലീലതകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്നു. ആ ഒരു ഹാലിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ചില ആളുകൾ അവർ അധാർമികതയുടെ വഴിയിലാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ മനസ്സിന് ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യും, ഗെയിമിന്റെ പിന്നാലെ അധികമായ, അതുപോലെ തന്നെ അനാവശ്യങ്ങളിലും വിനോദങ്ങളിലും ഏർപ്പെട്ട് അങ്ങനെ അതിന്റെ ആസ്വാദനത്തിന്റെ പിന്നാലെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ട് ആ വഴികേടിലും വലാലത്തിലും ഫുജൂറിലും അക്രമത്തിലും ഒക്കെ മുന്നോട്ട് പോകുന്നവരായിരിക്കും എന്നതാണ്. അത്തരം ആളുകൾക്ക് സംഭവിക്കുന്ന അപകടം എന്താണ്? അവർ സ്വന്തം ജീവിതത്തെ മറന്നുപോകും, ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നുപോകും, അള്ളാഹുവിനെ മറക്കും, അള്ളാഹുവിന്റെ ദീനിനെ മറക്കും. കുറ്റവാളികളാണ് അവർ, അവരുടെ കുടുംബത്തെ മറക്കും, അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ പോലും അവർ ഓർക്കുകയില്ല. അവർ വലിയ കുറ്റവാളികളായിട്ട് ചെന്ന് പെടും അവസാനം. അതാണ് അവരുടെ ഈ ദുനിയാവിൽ തന്നെ വരാനിരിക്കുന്ന അപകടമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി പറയുന്നത്, വലാ തഖുൻ മിനൽ ഗാഫിലീൻ, നിങ്ങൾ ഒരിക്കലും അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല, ഇത്തരം അശ്രദ്ധരായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ പാടില്ല എന്ന് സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് കാണാൻ കഴിയും. അത്തരം ആളുകൾ നരകത്തിന്റെ വക്താക്കളാണ്. അവരുടെ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്താണ് അവരുടെ പ്രത്യേകതയായി പറഞ്ഞത്? ഈ അശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന സ്വർഗ്ഗക്കാരുടെ പ്രത്യേകത ഖുർആൻ പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, ഈ നരകക്കാരെന്താ ചെയ്യാ? അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരാണ്. വറളൂ ബിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ ആഡംബരങ്ങളിലും പളവളപ്പിലും മിന്നിമറയുന്ന ആസ്വാദനങ്ങളിലും പച്ചപ്പുകളിലും ആ പച്ചപ്പ് കണ്ട് അതിന്റെ പിന്നാലെ കൂടിയവരാണ്. വത്മഅന്നു ബിഹാ, അതിലൊക്കെ സമാധാനമാണ്, ആ ജീവിതത്തിൽ ഒരു സമാധാനമാണ്. അവർക്ക് കൂട്ടുകാരുണ്ടാകും, അവർക്ക് ആസ്വാദനം ഉണ്ടാകും, അവർക്ക് സമ്പത്തുണ്ടാകും, അവർക്ക് ജീവിതം അടിപൊളിയായിരിക്കും. എല്ലാ നിലക്കും അവരിങ്ങനെ മുന്നോട്ട് പോകും. അവരവര് സമാധാനവും സ്വസ്ഥതയും അടഞ്ഞ് ജീവിക്കും. വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ, അവന്റെ വാഗ്ദാനങ്ങൾ, അവന്റെ താക്കീതുകൾ, ഇതിലൊക്കെ അവർ അശ്രദ്ധരായിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് നരകക്കാരുടെ പ്രത്യേകതയാണ്, സ്വർഗ്ഗക്കാരുടെ പ്രത്യേകതയല്ല. സ്വർഗ്ഗക്കാരുടെ പ്രത്യേകത അവര് ഉന്മേഷത്തോടുകൂടി ദീനിൽ താല്പര്യത്തോടുകൂടി ജീവിക്കുന്നവരായിരിക്കും. മാത്രവുമല്ല, എല്ലാ നന്മകളും അത്തരക്കാരുടെ ജീവിതത്തിൽ നടയും. നന്മ ചെയ്യാനൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവുകയില്ല. റമദാൻ വരും, അതുപോലെയുള്ള നല്ല നല്ല അവസരങ്ങൾ വരും, അവർക്കൊരു യക്ലത്തോ ഒരു ഉന്മേഷമോ അതിനോടൊരു പ്രതീക്ഷയോ ഒന്നും ഉണ്ടാവില്ല. അല്ലാതെ ഇങ്ങനെ ജീവിക്കും. സുന്നത്തായ കർമ്മങ്ങൾ പോലും ഫർള് തന്നെ ചെയ്യാത്ത ആളുകളായിരിക്കും. അത്തരം ആളുകൾക്ക് പിന്നെ സുന്നത്ത് തീരെ ഉണ്ടാവൂല. അങ്ങനെ ജീവിക്കുന്ന അവരിങ്ങനെ ഈ ദുനിയാവിന്റെ രീതിയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. അശ്രദ്ധകളായി സ്വന്തം ഇച്ഛകളെ പിൻപറ്റിയാണ് ഈ അശ്രദ്ധയുള്ള ആളുകൾ പോവുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അവർക്ക് മനസ്സിൽ തോന്നിയതേ അവർ ചെയ്യുകയുള്ളൂ. തോന്നിയത് കാണും, തോന്നിയത് പിടിക്കും, തോന്നിയതൊക്കെ പോകും. ആ നിലക്ക് ജീവിക്കുന്ന ഒരവസ്ഥ, അതിർവരമ്പുകളില്ലാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും. അവർക്ക് ഇഹലോകത്തും പരലോകത്തും നാശമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു.
അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താക്കീത് കൊടുക്കുക, വഅൻദിർഹും യൗമൽ അസ്റ, നഷ്ടബോധത്തിന്റെ ദിവസത്തെ കുറിച്ചുള്ള താക്കീത് ആ ജനങ്ങൾക്ക് നൽകുക. ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്, നഷ്ടബോധത്തിന്റെ ദിവസമാണ്, ഖേദത്തിന്റെ ദിവസമാണ്, അല്ലെ? ആ പരലോകമാണ്, അത് മഹ്ശറയാണ്. അവിടെ വരുമ്പോഴാണ് ആലോചിക്കുക, നന്നായി ജീവിച്ചിരുന്നുവെങ്കിൽ, നല്ലതുപോലെ ആലോചിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മുഖവിലക്കെടുത്തിരുന്നുവെങ്കിൽ, ദീനിയായി വസ്ത്രം ധരിച്ചിരുന്നുവെങ്കിൽ, ഇസ്ലാമികമായ സാമ്പത്തിക മേഖലകൾ അന്വേഷിച്ചിരുന്നുവെങ്കിൽ, ഇല്ലേ, ദീനിനോട് താല്പര്യം കാണിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഖേദിക്കുന്ന ഒരവസ്ഥ യൗമൽ അസ്റ, ഖേദത്തിന്റെ ദിവസം വരും. നന്മ ചെയ്തവർ വരെ കൂടുതൽ നന്മ ചെയ്തായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഖേദിക്കുന്ന ഒരു ദിവസമാണത് എന്നാണ് പറഞ്ഞത്. ഇത് ഖുദിയൽ അംർ, കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകയാണ്. അള്ളയാണ് കാര്യങ്ങൾ വിധി നിർണയിക്കപ്പെടുകയാണ്. നമ്മളെ മുന്നിൽ നിർത്തി സ്വർഗത്തിന്റെ മഖഅദാണോ നരകത്തിലേക്കാണോ അവന്റെ സ്ഥാനമെന്ന് നിർണയിക്കപ്പെടുകയാണ്. അവിടുന്ന് നമ്മുടെ കൺമുന്നിൽ അത് തിരിച്ചറിയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇല്ല, ഇവിടെ കാര്യങ്ങൾ തീരുമാനിച്ചവരും ഇവിടുത്തെ ഏത് വലിയ സ്വേച്ഛാധിപതികൾ ഉണ്ടെങ്കിലും ആർക്കും കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയാത്ത ലോകത്തിന്റെ രക്ഷിതാവ് എല്ലാവരുടെയും മുന്നിൽ വിധി തീർപ്പ് നടത്തുന്ന ദിവസമാണത്. വഹുമ്മൻ ഗഫല, അതിനെക്കുറിച്ച് ആളുകൾ ഇന്ന് അശ്രദ്ധരായിട്ടാണ് ജീവിക്കുന്നത് എന്ന് ഖുർആൻ. വഹും ലാ യുഅ്മിനൂൻ, അതിനെക്കുറിച്ച് അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്തൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നില്ല. നമ്മുടെ മക്കളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, കച്ചവടത്തെക്കുറിച്ച്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഗൗരവത്തിൽ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നവർ എന്തേ പരലോകത്തെക്കുറിച്ച് ഈ നിലക്ക് ചിന്തിക്കുവാനും ആലോചിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തുന്നില്ല? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സാഹിഖും വശഹീദ്, എല്ലാവരും സാക്ഷികളായി നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സമയമുണ്ട്. ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഇതാഅക വബസറുക യൗമ ഹദീദ്, അവരുടെ ദൃഷ്ടികൾ മൂർച്ചയുള്ളതായി, എല്ലാം അവരുടെ കൺമുന്നിൽ വളരെ വ്യക്തമായി കാണുന്ന സമയമാണ്. അവന്റെ മുഖമൂടി നീക്കം ചെയ്യപ്പെടുന്ന ദിവസമാണ്. എല്ലാവരും അവിടെ വരും. ഈ ലോകത്ത് ആക്രമിച്ചവരും ആക്രമിക്കപ്പെട്ടവരും, കറുത്തവരും വെളുത്തവരും, പാശ്ചാത്യനും പൗരസ്ത്യനും, അറബിയും അനറബിയും, പാവപ്പെട്ടവനും പണക്കാരനും, എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ പഞ്ചകുച്ചമടക്കി അവന്റെ കർമ്മങ്ങളുമായി പരലോകത്തേക്ക് വരുന്നൊരു ദിവസമുണ്ട്. അവിടെ വെച്ച് അള്ളാഹു വിചാരണ ചെയ്യപ്പെടുക, അള്ളാഹു അവരെ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പരിഗണന, ഒന്നാമത്തെ ലക്ഷ്യം അത് നമ്മുടെ ജീവിതത്തിൽ ദീനായിരിക്കണം. ഒരുപാട് കാരണങ്ങളാണ് സഹോദരങ്ങളെ ഈ ദീനിൽ അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒന്നാമത് ദുനിയാവിനോടുള്ള അമിതമായ ആസക്തിയാണ്. ജോലി, കച്ചവടം, ബിസിനസ്, വരുമാനങ്ങൾ, സൗകര്യങ്ങൾ, ഇനിയും സൗകര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കാം. നല്ല വീടുണ്ടെങ്കിലും അത് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യണം. അതിനേക്കാൾ നമുക്കിപ്പോൾ കാറുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ വാഹനം വേണം, ബൈക്കാണെങ്കിൽ അതിനേക്കാൾ കൂടിയ വാഹനം വേണം. ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് നോക്കി അമിതമായ ദുനിയാവിനോടുള്ള ആസക്തി നമ്മുടെ മനസ്സിനെ വല്ലാതെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. നല്ല ശമ്പളം ഉണ്ട്, 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 2 ലക്ഷമാണ് അവൻ ആഗ്രഹിക്കുക, അല്ലെ 5 ലക്ഷം ശമ്പളം ഉണ്ടെങ്കിൽ 10 ലക്ഷമാണ് ആഗ്രഹിക്കുക. ഇങ്ങനെ ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി നമ്മുടെ ജീവിതത്തിൽ, ഇതിന്റെ ഇടയിൽ ഏതോ ഒരു കോണിൽ മാത്രം ദീന് കൊണ്ട് നടക്കുന്ന ആളുകളായി നമ്മൾ മാറിയിരിക്കുകയാണ്. ദീൻ ഇതിന്റെ കൂടെ മാത്രം, അല്ലെ? അതിന് സമയം ഉണ്ടെങ്കിൽ പള്ളിയിൽ, സമയമുണ്ടെങ്കിൽ ഈ ഖുർആൻ ക്ലാസ്സിൽ, സമയമുണ്ടെങ്കിൽ മറ്റു ദീനിന്റെ കാര്യങ്ങൾ. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം ദീനായി എപ്പോൾ മാറുന്നു അപ്പോഴാണ് നമ്മൾ അശ്രദ്ധയില്ലാതെ ഇഖ്ളത്തുള്ളവരായി, ഉന്മേഷമുള്ളവരായി മാറുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദുനിയാവിനെ ലക്ഷ്യമാക്കി ദീനിന്റെ വഴിയിൽ നിന്ന് മുന്നോട്ട് പോയാൽ നമ്മൾ ദീനിന്റെ വഴിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് വഴുതി പോകുമെന്ന അപകടം നമ്മൾ തിരിച്ചറിയണം. അതൊരു വല്ലാത്തൊരു അപകടകരമായ അവസ്ഥയാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ്, കൃത്യമായ ഒരു സമയക്രമീകരണം ജീവിതത്തിലില്ല. റമദാനൊക്കെയാണ് വരുന്നത്, ഒരു സമയക്രമീകരണം, ടൈം മാനേജ്മെന്റ് നമുക്ക് ഉണ്ടാകണം. കൃത്യമായ ദീനിന്റെ കാര്യത്തിൽ നമ്മുടെ ഫർളായ നമസ്കാരങ്ങൾ, അതിനുശേഷമുള്ള ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്യാൻ, അതുപോലെ നന്മകൾ ചെയ്യാൻ, നമ്മുടെ ദുന്യവിയായ മറ്റാവശ്യങ്ങൾ നിർവഹിക്കാൻ, എല്ലാത്തിനും കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാകണം. സോഷ്യൽ മീഡിയയിലും റീൽസുകളിലും, അല്ലെ? ചില ആളുകളൊക്കെ സീരീസുകൾ, പല കൊറിയൻ സീരീസോ അതുപോലെ മറ്റു ഭാഷകളിലുള്ളതൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എത്രയോ മണിക്കൂറുകളും ദിവസങ്ങളുമാണ് കുട്ടികളൊക്കെ കാണുന്നതെന്നറിയോ? മൊബൈലിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് എത്രയോ സമയമാണ് അതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അറിയോ? ഗെയിമിന്റെ പിന്നാലെ കുറെ ആളുകൾ എത്രയോ സമയങ്ങളാണ് അതിനുവേണ്ടി സമയങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളും ദിവസങ്ങളും അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അശ്രദ്ധമായി ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമസ്കരിക്കാൻ സമയമില്ല, ഖുർആൻ ക്ലാസ്സിന് വരാൻ സമയമില്ല. അതിനൊക്കെ വിളിച്ചാൽ അവന് സമയമുണ്ടാകില്ല. സമയമില്ലാത്തതല്ല പ്രശ്നം സഹോദരങ്ങളെ, സമയത്തിന് മുൻഗണന നമ്മൾ നൽകാതിരിക്കുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ പാപങ്ങളൊക്കെ സാധാരണമായി കാണുകയാണ്, ഇല്ലേ? അതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരവസ്ഥ. ഇന്നത്തെ കാലത്ത് സാധാരണ
സാധാരണയാണെന്ന് പറയപ്പെടുന്നു. ഹറാമുകളൊക്കെ ആളുകൾക്ക് ശീലമായി തുടങ്ങിയിരിക്കുന്നു, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു. അങ്ങനെ മനസ്സിന് കുറ്റബോധമില്ലാത്ത അവസ്ഥയാകുന്നു. അങ്ങനെ തൗബ തടയപ്പെട്ടിരിക്കുന്നു. തൗബ ചെയ്യാനുള്ള മനസ്സില്ല, പ്രാർത്ഥിക്കാനുള്ള മനസ്സില്ല, റബ്ബിലേക്ക് കൈയുയർത്താനുള്ള മനസ്സില്ല, തെറ്റ് ചെയ്യാനും മനസാക്ഷി കുത്തില്ല, മനസ്സിന് ഒരു വേജാറും അതിനുകൊണ്ടില്ല. ഇങ്ങനെയുള്ള ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത് അശ്രദ്ധ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. കാര്യങ്ങൾ പഠിക്കണില്ല. മറ്റു കാര്യങ്ങളെല്ലാം നമുക്കറിയാം, ദുനിയാവിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീപ്പായി പഠിക്കും, പക്ഷെ ദീനിന്റെ കാര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയില്ല. ദിവസേന നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കാരത്തെ പോലും നമുക്ക് കൃത്യമായ അറിവില്ല. അതിൽ ചെയ്യേണ്ട പ്രാർത്ഥനയുടെ അർത്ഥം പോലും നമുക്കറിയില്ല. രാവിലെയും വൈകുന്നേരം ചെയ്യേണ്ട ദുആ ഏതാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ദീനിന്റെ കാര്യങ്ങളൊന്നും പഠിക്കാതെ പിന്നോട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അശ്രദ്ധ വല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പിടിപെട്ടുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ സംഭവിക്കുക? അവർക്ക് ഇഷ്ടമുള്ളതാണ് മതം, എന്റെ ഇഷ്ടമുള്ളതാണ് ദീൻ, ഞാൻ പഠിച്ചതാണ് മതം എന്ന നിലക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അങ്ങനെ ദീൻ ഉപേക്ഷിക്കുന്ന അവസ്ഥകളിലേക്ക് പോകുന്നു. പലപ്പോഴും വെറുപ്പ് കൊണ്ടല്ല ആളുകൾ ദീൻ ഉപേക്ഷിക്കുന്നത്, അറിവില്ലായ്മ കൊണ്ടാണ് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം നല്ല കൂട്ടുകെട്ട് വളരെ പ്രധാനമാണ്. അശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരും. അല്ലെ, ബാഡായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമസ്കാരത്തിന്റെ സമയമായാലും കുറച്ച് സമയം കൂടി ഇരിക്കും ഇവിടെ, പിന്നെ പോകാം എന്ന് പറയുന്ന കൂട്ടുകാരാണെങ്കിൽ, നന്മയിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന കൂട്ടുകാരാണ് നമുക്കുള്ളതെങ്കിൽ, ഫ്രണ്ട്സാണ് നമുക്കുള്ളതെങ്കിൽ, അവനും അതിനോടൊപ്പം ചേർന്ന് പോകും. പാപത്തെ തമാശയായി കാണുന്നവരാണ് നമ്മുടെ കൂട്ടുകാരെങ്കിൽ, നമ്മളും അതുപോലെ തന്നെ പാവങ്ങളെ തമാശയായി കാണും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ കൂട്ടുകെട്ട് മാറുമ്പോൾ ചിന്ത മാറും. ചിന്ത മാറുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ മാറും, നമ്മുടെ പ്രവൃത്തികൾ മാറും. ആ നിലക്ക് നമ്മൾ അശ്രദ്ധരായി ഈ ലോകത്ത് മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല ഫ്രണ്ട്സുകളെ കൂടെ കൂട്ടാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ദീനിയായ കാര്യങ്ങൾ പിന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെ, ചില ആളുകളൊക്കെ പറയും, ഞാൻ ഇപ്പോൾ യുവാവാണ്, എനിക്കിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല, രോഗങ്ങളൊന്നുമില്ല, കുറെ കൂടെ അങ്ങോട്ട് പോട്ടെ, ഇനിയും എത്ര റമദാൻ വരാനുണ്ട്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അവസ്ഥ പല ആളുകൾക്കുമുണ്ട്. ഇല്ല, വൃദ്ധാവസ്ഥയിൽ ഉഷാറായിട്ട് ജീവിക്കാം, പള്ളിയിലൊക്കെ കൂടാം എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ. ഇന്നത്തെ മരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള മരണങ്ങൾ യുവാക്കളാണ് മരിക്കുന്നത്, അല്ലെ, ചെറുപ്പക്കാരാണ് ചെറിയ ഇരിക്കുന്ന ഇരിപ്പിൽ നിലത്തേക്ക് വീണ് മരിക്കുകയാണ്. എത്ര പെട്ടെന്ന് ചീറിപ്പായുന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച്, അല്ലെ, കത്തിക്കരിഞ്ഞ് ചാമ്പലായി അതിൽ നിന്ന് ശരീരങ്ങൾ വാരിയെടുക്കുന്ന വാർത്തകളും കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം മതി സഹോദരങ്ങളെ ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയാൻ. ആ ഒരു ഓർമ്മ എല്ലാവർക്കും ഉണ്ടാകണം. തൗബയ്ക്ക് പിന്നീട് നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഹൃദയങ്ങളെ കട്ടിയാക്കുന്ന സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക. അത് അശ്രദ്ധയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അധികമായ ചിരി എന്നുള്ളത്, അല്ലെ, കോമഡികൾ അത് കട്ട് ചെയ്ത് ഇങ്ങനെ ക്ലിപ്പുകളായിട്ട് ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരികയാണ്. അതിങ്ങനെ കണ്ട് സമയം കളയണം. ഒന്ന് കണ്ട് ചിരിക്കുന്നു, അടുത്തതിലേക്ക് സ്ക്രോൾ ചെയ്യുന്നു, വീണ്ടും കാണുന്നു. ഇതിങ്ങനെ കണ്ട് അധികമായ ചിരികൾ മനസ്സിനെ വല്ലാതെ മരവിപ്പിക്കും. അധികമായ വിനോദങ്ങൾ നമ്മൾ അശ്രദ്ധയിലേക്ക് ആണ്ടുപോകാൻ കാരണമാകും. അധികമായ രോഗചിന്തകൾ അശ്രദ്ധയിൽ നമ്മളെ തളച്ചിടും. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നത് കുറഞ്ഞു പോയാൽ നമ്മൾ അശ്രദ്ധയിലേക്ക് നമ്മളെ തള്ളി നീക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നമസ്കാരം ഭാരമാകും, ഖുർആൻ നമുക്ക് സ്പർശിക്കാൻ തോന്നുകയില്ല. എത്ര ഉപദേശങ്ങളും എത്ര ഖുതുബകളും കേട്ടാലും അതൊന്നും നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കൂല. ഈ വാതിൽ വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതൊക്കെ മറന്നുപോകും. ഇതെന്തുകൊണ്ടാണ്? അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന അപകടമാണ് എന്ന് തിരിച്ചറിയാം. ദീനൊക്കെ ജീവിതത്തിൽ ഇല്ലാതാകുക. ചിലരുടെ ദീൻ അത് പേനയിലും പേപ്പറിലും മാത്രമാകുന്നു. ചിലരുടെ ദീൻ എന്ന് പറഞ്ഞാൽ അവരുടെ സംസാരത്തിൽ മാത്രമാകുന്നു, പ്രവൃത്തിയില്ലാത്ത അവസ്ഥയാകുന്നു. ചിലരുടെ ദീൻ വീട്ടിലൊരു വിവാഹം നടന്നാൽ മാത്രമാണ്, അവരുടെ ജീവിതത്തിലില്ല. ചിലരുടെ ദീൻ കുടുംബത്തിലൊരു മരണം നടന്നാൽ ആ ഖബറിന്റെ മുന്നിലും ആ സന്ദർഭത്തിലും അവരുടെ ദീൻ ഉണ്ടാകും. അതുപോലെ പ്രധാനപ്പെട്ട ആളുകൾ കണ്ടാൽ അവരുടെ മുന്നിൽ ദീൻ ഉണ്ടാകും, മാതാപിതാക്കളുടെ മുന്നിൽ ദീൻ ഉണ്ടാകും. അവരുടെ രഹസ്യ ജീവിതത്തിലോ സ്വകാര്യ ജീവിതത്തിലോ ദീനില്ലാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകും. സഹോദരങ്ങളെ, അത്തരം അവസ്ഥ ഉണ്ടാകരുത്. ബിസിനസ്സിൽ ദീനില്ല, എല്ലാ കളവും ചതിയും വഞ്ചനയും കാണിക്കും. അതുപോലെ ദീനിയായ ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല. ബന്ധങ്ങളിലും ഇടപാടുകളിലും അതുപോലെ തന്നെ ഈ നിലക്ക് ഹറാമുകൾ കടന്നു വരും. അതുപോലെ സ്വഭാവത്തിൽ ദീനില്ല, ദീൻ ഇങ്ങനെ ചടങ്ങുകളായി മാറുന്ന അവസ്ഥ അതൊരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ വാക്കുകളിൽ മാത്രം ദീൻ ഉണ്ടാകരുത്. ചടങ്ങുകളായി മാറിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് അത് അകന്നു പോകും, ദീൻ അകന്നു പോകും എന്ന ഗൗരവം നമ്മളെല്ലാവരും ഓർക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഉത്തരവാദിത്തമില്ലായ്മയും ഉണ്ടാകരുത്. അല്ലെ, നമ്മൾ പറയാറ് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, സമൂഹത്തിന് അത് പള്ളിക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ പള്ളിയിലെ ദീന് പഠിച്ച ആളുകളുണ്ടല്ലോ, പണ്ഡിതന്മാരുണ്ടല്ലോ, ഈ സമൂഹത്തിന്റെ കാര്യം അവര് നോക്കിക്കോളും. സമൂഹം ഒന്നടങ്കം ശിർക്കിലേക്കും ബിദ്അത്തുകളിലേക്കും ഏലസിലേക്കും കടന്നു പോകുന്ന ഒരു കാലഘട്ടം. അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അല്ലാഹ് അല്ലാത്തവരിലേക്ക് കൈനീട്ടി കൊടിയ പാവമായി ശിർക്ക് ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുമുള്ളപ്പോൾ
ചിന്തിക്കുമ്പോൾ അതൊക്കെ പണ്ഡിതന്മാർ നോക്കിക്കോളും, അതല്ലെങ്കിൽ പള്ളിക്കാർ നോക്കിക്കോളും, എന്റെ ബാധ്യതയല്ലല്ലോ എന്ന് പറഞ്ഞ് കൈയൊഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മളോട് ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ കുടുംബത്തോടുണ്ട്, നമ്മുടെ മക്കളോടുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തോട് നമുക്ക് ബാധ്യതകളുണ്ട്. ഈ ബാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ അശ്രദ്ധമായ ഈ ലോകത്ത് നമ്മൾ മുന്നോട്ട് പോകും. ചെറിയ ചെറിയ അശ്രദ്ധകൾ, ചെറിയ ചെറിയ വീഴ്ചകൾ പിന്നെ ഒരു ദിവസം പെട്ടെന്നായിരിക്കും ദീനിൽ തന്നെ തെറിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കടന്നു പോവുക എന്ന യാഥാർത്ഥ്യം പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മതയോടുകൂടി പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ മുന്നേ അള്ളാഹുവിന്റെ പ്രവാചകൻ ഗൗരവത്തിൽ ഉണർത്തിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. എന്താണ് അശ്രദ്ധ എന്നും അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ഇഹപര നാശങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ അതിന് കാരണമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അതോടുകൂടി അശ്രദ്ധയിൽ നിന്ന് തിരിച്ചു കടക്കാൻ, ശ്രദ്ധയുള്ള, യക്ലത്തുള്ള, ഉന്മേഷമുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു വരാൻ, രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ കിതാബുൻ അൻസൽനാഹു ഇലൈക ലതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. പരിശുദ്ധ ഖുർആൻ, നമ്മുടെ സെൽഫുകളിലൊക്കെ മടക്കി വെച്ചിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനാണ് ജീവിതത്തിൽ ശ്രദ്ധയുണ്ടാകാനുള്ള ഏറ്റവും നല്ല മരുന്ന് എന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ഖുർആന്റെ ആയത്തുകൾ അത്ഭുതമാണ്. ആ ആയത്തുകളിലേക്ക് നമ്മൾ പ്രവേശിക്കണം, അതിന്റെ പഠനങ്ങളിൽ പ്രവേശിക്കണം. ആ വചനങ്ങളിലൂടെ നമ്മുടെ ഹൃദയങ്ങൾ ഓടിക്കണം. എങ്കിൽ മാത്രമേ ആ ഹൃദയത്തിലേക്ക്, എത്ര കൂരിട്ടുള്ള ഹൃദയത്തിലും അത് പ്രകാശങ്ങൾ കടന്നു വന്ന് പ്രകാശത്തിന്റെ, ഹിദായത്തിന്റെ, വെളിച്ചത്തിന്റെ, റൂഹിന്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ ഒരു വിശ്വാസിക്ക് കഴിയുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠനം വളരെ പ്രധാനമാണ് സഹോദരങ്ങളെ. അൽ ഖുർആൻ ഹയാത്തുൽ ഖുലൂബ്, ഹൃദയത്തിന് ജീവൻ, മരിച്ചു കിടക്കുന്ന ഹൃദയത്തിന് ജീവൻ നൽകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറ്റാൻ കഴിയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ജീവിതത്തിന്റെ രോഗങ്ങൾക്കുള്ള ശിഫയാണ് ഖുർആൻ. ആ ഖുർആനിന്റെ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിലേക്ക് അടുക്കാനും പഠിക്കാനും ആ ഖുർആന്റെ പതിപ്പുകളായി ജീവിക്കുവാനുമുള്ള ശ്രമമാണ് ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടത്. അതോടൊപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, ദിക്റുകൾ, അത് നമ്മൾ കൃത്യമായി നിർവഹിക്കണം. ബോധപൂർവമായ ദിക്റിനോടുള്ള ഇടപെടലാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇങ്ങനെ യാന്ത്രികമായി ഉണ്ടാകലല്ല. ഇല്ലേ, നമസ്കാരം കഴിഞ്ഞ് 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറഞ്ഞിങ്ങനെ പോണ ആ രീതിയുമല്ല. നല്ല ഓർമ്മയിലും ശ്രദ്ധയിലും ഗൗരവത്തിലും ഉണർവിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും ഉണ്ടാകണം. ഒരു ദിവസം എത്ര കാര്യങ്ങളാണ് നമ്മൾ ഓർക്കുന്നത്, എന്തൊക്കെ ഓർക്കുന്നുണ്ട്. കച്ചവടം, ബിസിനസ്, അങ്ങനെ തുടങ്ങി ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർക്കും. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് ഒരു ദിവസം, ദീനിനെ കുറിച്ച് എത്ര, അള്ളാഹിനെ കുറിച്ച് നമ്മൾ ഓർക്കും, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച്. ആ ഓർക്കുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ വരുമ്പോഴേ അവൻ ഊർജ്ജസ്വലനായി മാറുകയുള്ളൂ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുള്ള മാർഗ്ഗം അള്ളാഹിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദിക്റുകൾ പ്രാവർത്തികമാക്കുക എന്നതാണ്. സഹോദരങ്ങൾ, എല്ലാവരും അത് ശ്രദ്ധിക്കണം. പ്രാർത്ഥനയുടെ പുസ്തകമൊക്കെ നമ്മൾ പലപ്പോഴും ഇവിടെ വിട്ടിട്ടുണ്ട്. നമുക്കറിയാം, അതിന്റെ പുതിയ എഡിഷൻ വന്നിട്ടുണ്ട്. പ്രാർത്ഥനയുടെ പുസ്തകത്തിന്റെ പുതിയ എഡിഷൻ വന്നിട്ടുണ്ട്. റമദാനിൽ കൂടുതൽ നമുക്ക് ഉപകാരമാണ്. നമ്മുടെ മക്കളെയൊക്കെ ആ ഒരു നിലയ്ക്ക്, ആ ഒരു കാഴ്ചപ്പാടിൽ, ആ ഒരു രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ അത് ഉപകരിക്കും. അത് വാങ്ങാനുള്ളവരൊക്കെ വാങ്ങുക, ഉപയോഗിക്കുക, അത് എഴുതി വെച്ച് പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ശീലമാക്കുക. വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല, അത് ഉപയോഗത്തിലേക്ക്, പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ശ്രദ്ധയോടുകൂടിയുള്ള ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ്. അങ്ങനെ ചിട്ടയുള്ള ജീവിതം ഉണ്ടാക്കുക, അതാണ് ശ്രദ്ധയുടെ പ്രധാനപ്പെട്ട കാര്യം. ഒരു ചിട്ടയും ഇല്ലാതെ തോന്നുമ്പോൾ ഇറങ്ങുക, തോന്നുമ്പോൾ പോവുക, അല്ലെ നിസ്കാരം തോന്നുമ്പോൾ, അങ്ങനെയല്ല. ഇസ്ലാമിൽ എല്ലാ കാര്യത്തിനും ഒരു കൃത്യനിഷ്ഠയുണ്ട്. ദുഹറിന്റെ സമയത്താണ്, അസറിന്റെ സമയത്താണ്, സുബഹിന്റെ സമയത്താണ്. ഉറക്കം എണീക്കുമ്പോൾ അല്ല സുബഹി. നമുക്ക് എപ്പോഴാണ് 8 മണിക്ക് എണീറ്റിട്ട് 8 മണിക്ക് സുബഹി, അല്ലെ ദുഹർ അസറും കൂടെ അസറിന്റെ സമയത്ത് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കടയിൽ ആളെല്ലാം പോയിട്ട് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് രാത്രി വന്ന് എല്ലാം കൂടെ ഒരുമിച്ച് നിസ്കാരം, അങ്ങനെയല്ല. നിസ്കാരവും എല്ലാ ഇബാദത്തുകൾക്കും ഒരു ചിട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കരിക്കുമ്പോൾ നമ്മൾ ആദ്യം വുളൂ ചെയ്യണമെന്ന് പഠിപ്പിച്ചു, ഇല്ലേ? അത് കൃത്യമായി ചെയ്യണം. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എല്ലാം പഠിക്കും. അതുപോലെ തന്നെ തക്ബീർ കഴിഞ്ഞിട്ടാണ് റുക്കൂ പറഞ്ഞത്, റുക്കൂ കഴിഞ്ഞിട്ടാണ് ഇഅ്തിദാലിൽ പോകുന്നത്, അതിനുശേഷമാണ് സജദ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഓരോന്നും ക്രമവും ചിട്ടയും പഠിപ്പിച്ചത് എന്തിനാണ്? ജീവിതത്തിൽ ഒരു ചിട്ടയും ശീലവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ശീലം, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഉണ്ടാകണം. ആ നിലക്ക് നമ്മൾ മുന്നോട്ട് പോകണം. എല്ലാ തെറ്റുകളും
ഇല്ലേ? ചെറിയ ചെറിയ പാപങ്ങൾ നിസാരവൽക്കരിക്കരുത്, ഒഴിവാക്കണം. അത് യൂട്യൂബിൽ കാണുന്നതാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലുള്ളതാണെങ്കിലും നമ്മുടെ സംസാരത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു പോവുക. പ്രാർത്ഥന വളരെ പ്രധാനമാണ്. അനന്തമായ സ്വർഗത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും ആയുധമാണ്. അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. എല്ലാ അശ്രദ്ധയിൽ നിന്നും മാറ്റി യഖ്ലത്തുള്ള ഒരു മനസ്സിനെ, തുറന്ന ഒരു മനസ്സിനെ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ നിലക്ക് മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്: ഒന്ന്, പള്ളി വരുവാനുള്ള ഫണ്ടാണ്. എല്ലാവരും അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി ഉദാരമായി സംഭാവനകൾ നൽകുക. അള്ളാഹു അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇൻഷാ അള്ളാഹ് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിന് അവസരം ലഭിച്ച കോട്ടയം ജില്ലയിലെ ഹാജിമാർക്കും അതുപോലെ ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ അല്ലാതെ പോകുന്ന ആളുകൾക്കുമെല്ലാം ഒരു സാങ്കേതിക പഠന പരിശീലന ക്ലാസ് ഇൻഷാ അള്ളാഹ് ഈ വരുന്ന 9-ാം തീയതി തിങ്കളാഴ്ച 8:30 മണി മുതൽ 1:30 മണി വരെ കാഞ്ഞിരപ്പള്ളി KMA ഹാളിൽ വെച്ച് നടക്കുകയാണ്. അതിനുള്ള ആളുകൾ എല്ലാവരും ആ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കുടുംബക്കാർ അള്ളാഹു അവർക്ക് മഹ്ഫിറത്തും റഹ്മത്തിനെയും ആഫിയത്തിനെയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തേക്ക് കടക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മെ, നമ്മുടെ കുടുംബത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൂടുതൽ യഖ്ലത്തോടുകൂടി റമദാനിനെ സ്വീകരിച്ച് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.